ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 50. അൽഫേയുസിൻ്റെ മകൻ യൂദായെ ജോർദാൻ നദീ തീരത്ത് വെച്ച് ശിഷ്യനായി സ്വീകരിക്കുന്നു. ജോർദാൻ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഒരു ഭൂവിഭാഗം, ശാന്തി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം, പച്ചില ചാർത്തുകളും തഴച്ചു വളരുന്ന വൃക്ഷങ്ങളും മനോഹരമായ ഒരു ഗാനം പോലെ ഒഴുകുന്ന ജലപ്രവാഹവും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഒരനുഭൂതി നൽകുന്നു. പട്ടാളക്കാരുടെ ആവശ്യത്തിനായി റോമാക്കാർ നിർമ്മിച്ചിട്ടുള്ള വീതിയുള്ളതും അറ്റകുറ്റപ്പണി തീർത്തതുമായ രാജവീഥി അതുവഴി കടന്നു പോകുന്നു. റോഡിൽ ഒരു വളവിൽ തോമസും യൂദാ തദേവൂസും രോഗവിമുക്തനായ കുഷ്ഠരോഗിയും പരസ്പരം സംസാരിക്കുന്നു. പറഞ്ഞ സ്ഥലം ഇത് തന്നെയെന്ന് തീർച്ചയാണോ? തീർച്ചയാണ്. ഗുരു വരുമോ? ജെറുസലേമിൽ നിന്ന് തന്നെ ഒന്നിച്ചു പോന്നാൽ മതിയായിരുന്നു. ഇവിടെ വരാൻ എൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വരും. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവനാണ് അവൻ. നീ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നോ? ആയിരുന്നു. നസറത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ തൊട്ട് ഈശോ എൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ് നടക്കുക. ഞങ്ങൾ ഏതാണ്ട് സമപ്രായക്കാരാണ്. എനിക്കാണ് പ്രായം അല്പം കൂടുതൽ. അവൻ്റെ അപ്പന് എന്നെ വലിയ കാര്യമായിരുന്നു. എൻ്റെ അപ്പനും അവൻ്റെ അപ്പനും സഹോദരങ്ങളാണ്. ഈശോയുടെ അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയുടെ കൂടെയല്ല, മിക്കവാറും ഈശോയുടെ അമ്മ മേരിയുടെ കൂടെയാണ് ഞാൻ വളർന്നത്. നിന്നോട് മേരിക്ക് ഇഷ്ടമായിരുന്നു എന്നോ? ഇപ്പോൾ ഇഷ്ടമല്ലേ? ഇപ്പോഴും ഇഷ്ടം തന്നെ. പക്ഷേ ഈശോ ഒരു പ്രവാചകനായതിൽ പിന്നെ ഞങ്ങൾ അധികം കാണാറില്ല. എൻ്റെ കൂട്ടർക്ക് ഈശോയുടെ ഈ പണിയോട് വലിയ താല്പര്യമില്ല. ആരാണ് ഈ കൂട്ടർ? എൻ്റെ അപ്പനും 2 ജ്യേഷ്ഠ സഹോദരന്മാരും വേറൊരു സഹോദരനുമുണ്ട്. അവൻ അങ്ങുമില്ല എങ്ങുമില്ല എന്ന നിലയിലാണ്. അപ്പന് വയസ്സായി. അപ്പനെ വിഷമിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇപ്പോൾ ആ ധൈര്യം ഞാൻ നേടിയിരിക്കുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എവിടെ പോരണമെന്നാണോ എന്നോട് ആവശ്യപ്പെടുന്നത്, അവിടേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഈശോയുടെ പക്കലേക്ക് പോകുന്നു. ഒരു മകൻ നന്മ ചെയ്യുന്നത് തടയാൻ അപ്പന് അധികാരമുണ്ടോ? എൻ്റെ ഭാവി ഈശോയുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയുടെ അടുത്ത് പോകുന്നതിൽ നിന്ന് അവർ എന്നെ തടയുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അപ്പന്മാർ ശത്രുക്കളാണോ എന്ന് തോന്നിപ്പോകും. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അയാളെ വികാരാധീനനാക്കി. തോമസ് പറഞ്ഞു, ഞാൻ ആ തടസ്സം മാറ്റിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അപ്പൻ ശ്രദ്ധിച്ചു കേട്ടു. എൻ്റെ ആഗ്രഹം ഇന്നതാണെന്ന് മനസ്സിലാക്കി അപ്പൻ എന്നെ അനുഗ്രഹിച്ചു. പോയിക്കൊള്ളൂ. ഈ പെസഹ നിനക്ക് കാത്തിരിപ്പിൽ നിന്ന് മോചനം നൽകട്ടെ. വിശ്വസിക്കാൻ കഴിയുന്ന നീ ഭാഗ്യവാനാണ്. ഞാൻ ഇനിയും കാത്തിരിക്കും. ഈശോ യഥാർത്ഥത്തിൽ മിശിഹ ആണെങ്കിൽ കുറേ കാലം കൂടെ നടക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും. അപ്പോൾ നീ വന്ന് വൃദ്ധനായ നിന്റെ അപ്പനോട് പറയണം, പ്രതീക്ഷിച്ചിരുന്നവനെ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു, വരൂ എന്ന്. നീ എന്നേക്കാൾ ഭാഗ്യവാനാണ്. ഞങ്ങൾ ഈശോയുടെ തൊട്ടടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും വിശ്വാസമില്ല. ഇതാ ഒരു സംഘം ആളുകൾ. അതെ, അത് ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശിരസ് തിരിച്ചറിയുവാൻ എനിക്ക് പ്രയാസമില്ല. അവർ വേഗം നടന്നു. വളവിൻ്റെ നടുക്കെത്തിയപ്പോൾ ഇരു സംഘത്തിലും പെട്ടവർ മുഖാമുഖം കണ്ടു. ഗുരു, ഈശോയെ, കർത്താവേ! ശിഷ്യനും സഹോദരനും സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയും സന്തോഷത്തോടും ആദരവോടും കൂടെ ഈശോയെ അഭിവാദ്യം ചെയ്തു. നിങ്ങൾക്ക് സമാധാനം. ഈശോയുടെ മനോഹരമായ മുഴങ്ങുന്ന സ്വരം. അല്ല, ഇതാര്? യൂദായോ? നീയും ഇങ്ങു പോന്നോ? അവർ പരസ്പരം ആശ്ലേഷിക്കുന്നു. യൂദാ കരയുകയാണ്. നീ എന്തിനാണ് കരയുന്നത്? ഈശോയെ, നിന്നോടൊപ്പം കഴിയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് അവർ പറയുന്നത് പോലെ ചെയ്യാൻ നിവൃത്തിയില്ല. നിന്നെ മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ. ഞാൻ നിന്നോട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, നിന്റെ ദൗത്യമാണ് ഇന്നത് ചെയ്യണമെന്ന് എന്നോട് ആജ്ഞാപിക്കുന്നത്. നിന്നെ അയച്ചവൻ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നവൻ എന്നോട് പറയുന്നു, അവൻ്റെ അടുത്തേക്ക് പോവുക. നിന്റെ അമ്മ, എല്ലാം സൗമ്യമായി എനിക്ക് ഉപദേശിച്ച് തരുന്നവൾ, ഒരു വാക്കുപോലും ഉരിയാടാതെ മാടപ്രാവിൻ്റേതുപോലെ സൗമ്യമായ നോട്ടം കൊണ്ട് എന്നോട് പറയുന്നു, നീ ഈശോയുടെ കൂടെ പോവുക. എൻ്റെ ഹൃദയം തുളച്ചു കയറുന്ന ആ സ്വർഗീയ ശബ്ദം ഞാൻ എങ്ങനെ കേട്ടില്ലെന്ന് നടിക്കും? മേരിയെപ്പോലെ പരിശുദ്ധിയായ ഒരു സ്ത്രീയുടെ അപേക്ഷ, എൻ്റെ നന്മയ്ക്കായി മാത്രം നടത്തുന്ന അപേക്ഷ ഞാൻ എങ്ങനെ ചെവികൊള്ളാതിരിക്കും? ഞാൻ വകയിൽ നിന്റെ സഹോദരനായി പോയതുകൊണ്ട് നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് സമ്മതിക്കാതിരിക്കണമോ? സ്നാപകൻ മുമ്പൊരിക്കലും നിന്നെ കണ്ടിട്ടില്ലെങ്കിലും ഈ നദിയുടെ തീരത്ത് വെച്ച് നിന്നെ ദൈവത്തിൻ്റെ കുഞ്ഞാടെ എന്ന് അഭിസംബോധന ചെയ്തു. ഞാൻ നിന്നോട്
എന്നോടൊപ്പം വളർന്നവനാണ്. ഞാൻ നല്ലവനാണെങ്കിൽ നിന്നെ അനുകരിച്ചത് കൊണ്ടാണ് ഞാൻ നല്ലവനായത്. നിന്റെ അമ്മയിൽ നിന്ന് മോശയുടെ നിയമത്തിലെ 618 ചട്ടങ്ങളും പഠിച്ചു. വേദപുസ്തകത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും സാരം ഗ്രഹിച്ചതും മേരിയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എൻ്റെ സഹോദരനും ചങ്ങാതിയുമായ യൂദ, നീ വെളിച്ചത്തിൻ്റെ വഴിയിൽ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. വരൂ, നസ്രത്തിലെ എൻ്റെ ചങ്ങാതിയായിരുന്ന നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഈശോയുടെ വാക്കുകൾ കേട്ട് യൂദ വികാരഭരിതനായി. ഈശോ തോമസിനോട് പറഞ്ഞു, നീ വിശ്വസ്തയോടെ ഞാൻ പറയുന്നത് ചെയ്തു. ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന യോഗ്യത അതാണ്. ഞാൻ വന്നത് അങ്ങയുടെ വിശ്വസ്തത പാലിക്കാനാണ്. നീ എന്നും വിശ്വസ്തനായിരിക്കും. ലജ്ജിച്ച് നിഴലിൽ നിൽക്കുന്ന നീ ഇങ്ങു വരൂ, ഭയപ്പെടേണ്ട. കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് പണ്ടത്തെ കുഷ്ഠരോഗി ഈശോയുടെ കാൽക്കൽ വീണു. എഴുന്നേൽക്കൂ, നിന്റെ പേരെന്താണ്? സൈമൺ. തറവാട്? കർത്താവേ, അതൊരു വലിയ കുടുംബമായിരുന്നു. ഞാനും ഒരു കാലത്ത് പ്രതാപത്തിൽ കഴിഞ്ഞവനാണ്. എന്നാൽ ചേരിപ്പോരും യൗവനത്തിൻ്റെ പാളിച്ചകളും എന്നെ ദുർബലനാക്കി. എൻ്റെ അപ്പൻ എനിക്ക് തന്ന സമ്മാനം അങ്ങ് കണ്ടതല്ലേ? അപ്പൻ കുഷ്ഠരോഗിയായിരുന്നോ? അപ്പന് കുഷ്ഠമില്ലായിരുന്നു, എനിക്കുമില്ലായിരുന്നു. കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട ഒരു വ്യാധി അപ്പനുണ്ടായിരുന്നു. പ്രതാപത്തിൽ തന്നെ ജീവിച്ചു മരിച്ച ആളാണ്. അപ്പൻ വീട് വിട്ടുപോയില്ല. എന്നെ അങ്ങ് രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ കുഴിമാടങ്ങളുടെ ഇടയിൽ കിടന്ന് ചത്തേനെ. നീ തനിച്ചാണോ? അതെ, എനിക്ക് വിശ്വസ്തനായ ഒരു വേലക്കാരനുണ്ട്. ഇനിയും ശേഷിച്ചിട്ടുള്ള എൻ്റെ വസ്തുക്കൾ അന്വേഷിക്കുന്നത് അവനാണ്. ഞാൻ അവന് ആളയച്ചിട്ടുണ്ട്. നിന്റെ അമ്മയോ? അമ്മ മരിച്ചുപോയി. എൻ്റെ അപ്പന് സ്വന്തം ഭാര്യയിൽ മക്കളില്ലായിരുന്നു. ഒരു അടിമപ്പെണ്ണിൽ പിറന്നവനാണ് ഞാൻ. അപ്പൻ്റെ ഭാര്യ ഒരു നല്ല സ്ത്രീയായിരുന്നു. സ്വന്തം മകനെ പോലെ അവൾ എന്നെ വളർത്തി. ദൈവത്തിൻ്റെ മുമ്പിൽ അടിമകളും സ്വതന്ത്രരും എന്ന് വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരടിമത്തമേ ഉള്ളൂ, പാപം. ഈ അടിമത്തം അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നത്. നീ ഒരു പണ്ഡിതനാണോ? ഈശോ ചോദിച്ചു. അതെ, എൻ്റെ വ്യാധി ഉടുപ്പുകൊണ്ട് മറച്ചു വയ്ക്കാൻ കഴിഞ്ഞിടത്തോളം കാലം ഞാൻ വലിയ ആളുകളുമായി അടുത്ത് പെരുമാറിയിരുന്നു. കേസറിയായിലെ റോമൻ ഡോക്ടർ പറഞ്ഞു എൻ്റെ രോഗം കുഷ്ഠമല്ലെന്ന്. പരമ്പരാഗതമായി ഉണ്ടാകുന്ന സെൽപിഗോ എന്ന രോഗമാണത്രേ. എനിക്ക് മക്കളുണ്ടായാൽ മാത്രമേ ആ രോഗം പകരുകയുള്ളൂ. അങ്ങനെ ഒരപ്പനാകാനുള്ള ആനന്ദം പോലും എൻ്റെ അപ്പൻ നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, എൻ്റെ കൂടെ പോരൂ, നിന്റെ അപ്പനെ ശപിക്കരുത്. നീ സ്വർഗത്തിലേക്ക് നോക്കുക, അവിടെ നിന്റെ യഥാർത്ഥ പിതാവ് നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. വിശാലമായ ഈ ലോകത്തിലേക്ക് നോക്കുക, എത്രയെത്ര ഭൂഖണ്ഡങ്ങൾ, എത്രയെത്ര രാജ്യങ്ങൾ. അവിടെയെല്ലാം ധാരാളം കുട്ടികളുണ്ട്, കുട്ടികളില്ലാത്തവരുടെ ആത്മീയ സന്തതികൾ. അവരെല്ലാം നിന്നെ കാത്തിരിക്കുകയാണ്. മക്കളില്ലാത്ത സൈമൺ, നീ എൻ്റെ കൂടെ വരൂ. എനിക്ക് വേണ്ടി അപ്പനെ ഉപേക്ഷിച്ച യൂദ, എൻ്റെ കൂടെ വരൂ. നിങ്ങളുടെ വിധി തന്നെയാണ് എനിക്കും. ഈശോയുടെ ഇരുപാർശ്വങ്ങളിലും അവർ നിന്നു. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ സ്വന്തമാക്കാനെന്ന പോലെ ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കുന്നു. പക്ഷേ തൽക്കാലം നിങ്ങളെ വേർപെടുത്തണം. സൈമൺ, നീ ഇവിടെ തോമസിൻ്റെ കൂടെ നിൽക്കണം. ഞാൻ താമസിയാതെ മടങ്ങി വരും. ഇവിടുത്തെ ആളുകൾ എന്നെ കാത്തിരിക്കണം. രോഗികളോട് പറയണം, അവരുടെ രോഗം മാറ്റാൻ കഴിവുള്ളയാൾ ഉടനെ വരുമെന്ന്. മിശിഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് പറയണം, മിശിഹ തൻ്റെ ജനത്തിൻ്റെ ഇടയിലുണ്ട് എന്ന്. സഹോദരൻ യൂദ, നീ എൻ്റെ കൂടെ വരൂ. ഇവരും കൂടെ ഉണ്ടല്ലോ. നീ നസ്രത്തിൽ താമസിച്ചാൽ മതി. എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ വഴിയൊരുക്കേണ്ടത് നീയാണ്. ഈ ഔദാര്യം വിജയകരമായി നിറവേറ്റുവാൻ നിനക്ക് കഴിയുമോ? ഒരതിരുവരെ വിജയിക്കും, പൂർണ്ണമായി വിജയിക്കുകയില്ല. നീ ശ്രമിച്ചാൽ മതി. നീതീകരണത്തിന് അത്രമാത്രം മതി. എന്തിൻ്റെ നീതീകരണം? ആർക്കു മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ, ജന്മനാടിൻ്റെ മുമ്പിൽ, നിന്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ. അവർക്ക് നമ്മെ പിന്നീട് കുറ്റപ്പെടുത്താനാവില്ല. നാം പറയുന്നത് പുച്ഛിച്ച് തള്ളിയാൽ അവർക്ക് വരുന്ന നഷ്ടത്തിന് നാം ഉത്തരവാദികളല്ല. ഞങ്ങളോ? ഞങ്ങൾ എന്ത് ചെയ്യണം? നീയോ പത്രോസേ, നീ നിന്റെ മീൻ പിടിക്കാനുള്ള വലയുമായി പഴയ പണി തുടരണം. നിനക്ക് ഞാൻ സാവധാനം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരും. നിനക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകും. സ്നേഹിതരെ, ഇപ്പോൾ നമുക്ക് യാത്ര പറയാം. ഇവിടെ തങ്ങുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. എൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.